പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മണിപ്പൂരിലേക്ക് സംഘർഷത്തെ തുടർന്ന് പലായനം ചെയ്തവരെയും ക്യാമ്പുകളിൽ കഴിയുന്നവരെയും രാഹുൽ ഗാന്ധി കാണും. അസമിലെ പ്രളയ ബാധിത മേഖലയും രാഹുൽ സന്ദർശിക്കും. ആർ രാഗേഷ് വിവരങ്ങളുമായി ചേരുകയാണ് നാഷണൽ ഡെസ്കിൽ നിന്ന്. വെരി ഗുഡ് മോർണിംഗ്. പ്രതിപക്ഷ നേതാവായതിനു ശേഷം രാഹുൽ ഗാന്ധി ആദ്യമായി മണിപ്പൂരിലേക്ക് എത്തുന്നു എന്നുള്ള പ്രത്യേകതയുണ്ട്. നമ്മൾ കണ്ടതാണ് ലോക്സഭയിൽ മണിപ്പൂരിനു വേണ്ടി എത്ര ആർജവത്തോടെയാണ് പ്രതിപക്ഷ നേതാവ് സംസാരിച്ചത് എന്നുള്ളതാണ്. മണിപ്പൂരിന്റെ ജനതയ്ക്ക് വേണ്ടി അദ്ദേഹം നിലകൊള്ളുന്നു എന്നുള്ള നിലപാട് അദ്ദേഹം വ്യക്തമാക്കിയതാണ്. ഇന്ന് അദ്ദേഹം മണിപ്പൂരിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് വിശദാംശങ്ങൾ? ആര്യ, പ്രതിപക്ഷ നേതാവായ ശേഷം രാഹുൽ ഗാന്ധിയുടെ ആദ്യ മണിപ്പൂർ സന്ദർശനമാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇന്ത്യ സഖ്യം ഉന്നയിച്ച പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്നായിരുന്നു മണിപ്പൂർ കലാപം. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂർ സന്ദർശിക്കാത്തതടക്കം വലിയ പ്രചാരണ വിഷയമാക്കിയിരുന്നു. കാരണം BJP അതൊരു രണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണെന്ന നിലപാടായിരുന്നു കൈക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അതങ്ങനെയല്ല എന്ന് ബോധിപ്പിക്കാൻ ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞു എന്ന് മാത്രമല്ല, മണിപ്പൂരിലെ 2 സീറ്റിലും കോൺഗ്രസിന് വിജയിക്കാൻ സാധിക്കുകയും ചെയ്തിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലും പുറത്തു വന്നതിന് ശേഷമുള്ള ആദ്യ പാർലമെന്റ് സമ്മേളനത്തിലും ഇരു സഭകളിലും മണിപ്പൂർ വിഷയങ്ങൾ ഉയർത്തിയിരുന്നു. പ്രത്യേകിച്ച് രാഷ്ട്രപതിയുടെ അഭിസംബോധനയിൽ മണിപ്പൂർ പരാമർശിക്കുന്നില്ല. ഇതടക്കമുള്ള കാര്യങ്ങൾ പ്രതിപക്ഷം ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ഏതായാലും ഈ ഒരു ഘട്ടത്തിൽ രാഹുലിന്റെ മണിപ്പൂർ സന്ദർശനത്തിന് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രാധാന്യം ഏറെയാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധി അല്പസമയത്തിനകം തന്നെ മണിപ്പൂരിലേക്ക് തിരിക്കും. അദ്ദേഹം ഡൽഹി വിമാനത്താവളത്തിൽ എത്തിയിട്ടുണ്ട്. ആദ്യം അസമിലാണ് സന്ദർശിക്കുന്നത്. അസമിലെ ചച്ചറിൽ ആണ് ആദ്യം രാഹുൽ എത്തുക. കാരണം അവിടെ മണിപ്പൂരിൽ നിന്നുള്ളവർ കലാപത്തെ തുടർന്ന് പലായനം ചെയ്യേണ്ടി വന്ന ഏതാണ്ട് 2000-ലധികം ആളുകൾ കഴിയുന്നുണ്ട്. അവരുമായുള്ള കൂടിക്കാഴ്ചയാണ് രാഹുൽ ഗാന്ധി ആദ്യം നടത്തുക. അതിനുശേഷമാണ് റോഡ് മാർഗം മണിപ്പൂരിലേക്ക് തിരിക്കുക എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. കാരണം കഴിഞ്ഞ മെയ് മാസം മുതൽ മണിപ്പൂരിൽ കലാപം നടക്കുന്നു. അതുകൊണ്ട് തന്നെ കേന്ദ്രം ഇടപെടുന്നില്ല എന്ന ആരോപണം ശക്തമായി ഉന്നയിക്കുകയാണ് ഏതായാലും രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ. മണിപ്പൂരിൽ 3 ക്യാമ്പുകളാണ് അദ്ദേഹം പ്രധാനമായും സന്ദർശിക്കുന്നത്. ഒന്ന് ജിരിബാമിലും മറ്റൊന്ന് ചുരാചന്ദ്പൂരിലും ഇതിന് പിന്നാലെ മൊയ്റാങ്ങിലും അദ്ദേഹം സന്ദർശനം നടത്തും. ഇതിൽ കലാപം ഏറ്റവും രൂക്ഷമായ പ്രദേശമാണ് ജിരിബാം. അവിടെ പ്രധാനപ്പെട്ട 2 വിഭാഗങ്ങളുടെ നേതാക്കളുമായും രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തും. കുക്കി വിഭാഗവും ഒപ്പം തന്നെ മെയ്തൈ വിഭാഗം നേതാക്കളുമായും രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും സ്വാഭാവികമായും പ്രധാനമന്ത്രി ഇത്രയും കാലമായിട്ടും 1 വർഷം കഴിഞ്ഞിട്ട് പോലും മണിപ്പൂർ സന്ദർശിക്കാത്തത് ഈ സന്ദർശന വേളയിലും രാഹുൽ ഗാന്ധി ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും രാവിലെ ആദ്യം അസമിലെത്തുന്ന രാഹുൽ ഗാന്ധി പ്രളയബാധിത മേഖല കൂടി സന്ദർശിക്കുന്നുണ്ട്. കാരണം അസമിലെ 35 ജില്ലകളിൽ 30-ലധികം ജില്ലകളെ പ്രളയം ബാധിച്ചിട്ടുണ്ട്. ഏതാണ്ട് 25 ലക്ഷം ജനങ്ങളെയാണ് നേരിട്ട് പ്രളയം ബാധിച്ചിരിക്കുന്നത്. പല ജില്ലകളും ഇപ്പോഴും പല മേഖലകളും ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. ബ്രഹ്മപുത്ര അടക്കമുള്ള നദികൾ കരകവിഞ്ഞൊഴുകുന്നു. അങ്ങനെ ഒരു ദുരന്ത സമാനമായ സാഹചര്യം അസം നേരിടുന്നുണ്ട്. അവിടെ അതുകൊണ്ട് തന്നെ പ്രളയബാധിത മേഖലകളും അദ്ദേഹം സന്ദർശിക്കും. ദുരിതാശ്വാസ ക്യാമ്പുകളും സന്ദർശിക്കാനുള്ള സാധ്യതയുണ്ട്. ആര്യ, തീർച്ചയായും ആർ രാഗേഷാണ് വിവരങ്ങൾ നൽകിയത് നാഷണൽ ഡെസ്കിൽ നിന്ന്.